നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. കൊല്ലവർഷം 1202 ആണ്ട് പുതുവർഷ ആശംസകൾ. ഓഗസ്റ്റ് 17 രാവിലെ 8:03 സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാകുന്നു ഈ രാശിമാറ്റത്തോടുകൂടി ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കൂറുകാർ. മിഥുനക്കൂറുകാരുടെ 3-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 3-ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനാന്തര പ്രാപ്തിയും ശത്രുനാശവും ധനവൃദ്ധിയും ആരോഗ്യവും ഫലങ്ങളാകുന്നു. നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഈ കൂറുകാർക്ക് ഈ രാശിമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നതായിരിക്കും. ആയതിനാൽ പരമാവധി ഈ ഒരു മാസക്കാലത്തോളം നന്നായി പ്രയത്നിക്കുക. തീർച്ചയായും അതിനുള്ള ഫലം ഉണ്ടാകുന്നതായിരിക്കും. അതായത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു മാസക്കാലം പരമാവധി പ്രയത്നിക്കുക. ഏതു മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിലെ പദവിയിൽ നിന്ന് ഉയർച്ചയും അതിൽ നിന്ന് നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരിക്കും. കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പ്രായോഗിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തീർച്ചയായും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമാകുന്നു. കാരണം 3-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ഈ ചിങ്ങമാസം. ആയതിനാൽ പരമാവധി പ്രയത്നിക്കുക. സഹോദരങ്ങളുമായി ദൃഢബന്ധം കൈവരിക്കുവാൻ സാധിക്കുകയും അതുപോലെ വസ്തു സംബന്ധമായി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതും ആയിരിക്കും. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഡോക്യുമെൻറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിലും ഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആത്മീയ യാത്രകൾ ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. അതിലൂടെ മനസമാധാനവും ശാന്തിയും ലഭിക്കുന്നതും ആയിരിക്കും. വ്യക്തിപരമായും ഔദ്യോഗികപരമായും മത്സരങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും നല്ല ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ മേഖലയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണാനുഭവങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഭാഗ്യത്തെക്കാളും സ്വന്തം പ്രയത്നത്തിലൂടെയായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുക. ശക്തമായ ആശയവിനിമയത്തിലൂടെ അധികാരത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആയതിനാൽ നന്നായി പ്രയത്നിക്കുക. നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും ലാഭനേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെ നാശവും ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന സാഹചര്യവും വന്നു ചേരുന്നതായിരിക്കും. ആരോഗ്യം നന്നായിരിക്കും. അങ്ങനെ മിഥുനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാകുന്നു ഈ സൂര്യൻ്റെ ഈ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അഥവാ നേട്ടങ്ങൾ കൊയ്യുന്ന കൂറുകാർ. ഈ കൂറുകാരുടെ 6-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 6-ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മാനലാഭവും ശത്രുനാശവും രോഗശമനവും ധനലാഭവും ഫലങ്ങളാകുന്നു. ഈ കൂറുകാർക്ക് മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലും തീർച്ചയായും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആയതിനാൽ ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുക. നന്നായി പഠിക്കുക. ആരോഗ്യപരമായി വളരെ നല്ല സമയമാകുന്നു. ആയതിനാൽ രോഗങ്ങൾക്ക് ശമനവും നല്ല ആരോഗ്യസ്ഥിതിയും ഉണ്ടായിരിക്കും. ശത്രുക്കളിന്മേൽ വിജയവും
ശത്രുനാശവും ശത്രുക്കൾ മിത്രങ്ങളായി വരുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതായിരിക്കും ഈ കൂറുകാർക്ക്. ചിങ്ങമാസത്തിൽ ഏതു വെല്ലുവിളികളെയും അതിജീവിക്കുവാനും അതിലൂടെ വിജയം കൈവരിക്കുവാനും ഈ ചിങ്ങമാസത്തിൽ മീനക്കൂറുകാർക്ക് സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ നേതൃസ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ കൈവരിക്കുവാൻ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തികമായി സ്ഥിരത അനുഭവപ്പെടുന്നതായിരിക്കും. സർക്കാർ സംബന്ധമായി അനുകൂലമായിട്ടുള്ള സാഹചര്യമായതിനാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായി പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുകയും ലാഭങ്ങൾ ഉണ്ടാകുന്നതും ആയിരിക്കും. അങ്ങനെ മീനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ സൂര്യൻ്റെ ഈ രാശിമാറ്റത്തോടു കൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരാകുന്നു. വൃശ്ചികക്കൂറുകാരുടെ 10ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 10ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യസിദ്ധിയും എല്ലായിടത്തും വിജയവും കർമ്മങ്ങൾ സാധിക്കുകയും ഫലങ്ങളാകുന്നു. ഏതു കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അതിലൊക്കെ തന്നെ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു. ആയതിനാൽ ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കർമ്മ മേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നതായിരിക്കും. അതായത് നല്ല സഹകരണം സിദ്ധിക്കുന്നതായിരിക്കും. ഔദ്യോഗികപരമായി ഏതു പദവിയിലാണോ നിങ്ങളിരിക്കുന്നത് ആ പദവിയിൽ നിന്നും ഉയർന്ന പദവിയിലേക്ക്, അതായത് സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ആയതിനാൽ വൃശ്ചികക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരാകുന്നു. തുലാക്കൂറുകാരുടെ 11ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 11ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനാന്തര പ്രാപ്തിയും വ്യാധിനാശവും ശുഭകർമ്മങ്ങൾ ഫലിക്കുകയും ഫലങ്ങളാകുന്നു. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഏതു പദവിയിലാണോ ഇരിക്കുന്നത് ആ പദവിയിൽ നിന്നും ഉയർന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും. അതായത് സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങളും സമൂഹത്തിൽ ഉയർച്ചയും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകുന്നതായിരിക്കും. സാമൂഹികവും സാംസ്കാരികവുമായി പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാകുന്നു ഈ ചിങ്ങമാസം. ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം കൊയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ജനങ്ങളെ നല്ലവണ്ണം സ്വാധീനിക്കുവാൻ പറ്റുന്ന സമയമായതിനാൽ രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമാകുന്നു. സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനും അവരുടെ ബന്ധം ദൃഢമാക്കുവാനും നന്നായി സാധിക്കുന്നതായിരിക്കും. മുതിർന്നവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയും മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് മൂലവും ജീവിതത്തിൽ നല്ല ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കുന്നതും ആയിരിക്കും. ആയതിനാൽ അവരുമായി നന്നായി ബന്ധം പുലർത്തുക. ദീർഘകാല പ്രൊജക്റ്റുകളിൽ നിന്നും നേട്ടങ്ങളും ലാഭവും ലഭിക്കുന്നതായിരിക്കും. ഈ കൂറുകാർ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായും ആ രോഗത്തിന് ശമനവും നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് വരുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. ഔദ്യോഗികപരമായും ധനപരമായും നല്ല നേട്ടങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഗൃഹത്തിൽ ശുഭകർമ്മങ്ങൾ നടക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ തുലാക്കൂറുകാർക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ മിഥുനക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ആണ് ഏറ്റവും കൂടുതൽ
ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി അനുഭവം ലഭിക്കുന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.